ഒരു താക്കോൽ ഹൗസിനുള്ളിൽ വലിയ സംഘർഷങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൗസിലെ താക്കോൽ മിസ്സായി പോയി. അതിനെപ്പറ്റിയാണ് അവിടെ പ്രശ്നങ്ങളുണ്ടായത്. പവർ ടീമിനെതിരെ മറ്റു റൂം മെമ്പേഴ്സ് വലിയ സമരം തന്നെയാണ് അവിടെ ചെയ്തത്. മുദ്രാവാക്യ വിളികളും സ്ട്രൈക്കുമെല്ലാമായി ലൈവ് സംഘർഷഭരിതമായിരുന്നു. എല്ലാവരും വീടിൻ്റെ മുക്കും മൂലയും തിരഞ്ഞു. അവസാനം ശ്രീരേഖയുടെ ഡ്രസ്സിംഗ് ബാഗിൽ നിന്നാണ് അത് ലഭിച്ചത്. ഇത് കണ്ടതും ശ്രീരേഖ അവിടെ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. കാരണം വേറെയൊന്നുമല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞ് യമുനയും ശ്രീരേഖയുമായിട്ട് വലിയ വഴക്കാണ് ഉണ്ടായത്. ഈ താക്കോൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് യമുനയായിരുന്നു. അതുകൊണ്ട് തന്നെ യമുനയ്ക്കിട്ട് ശ്രീരേഖ പണി കൊടുത്തതാണെന്ന തരത്തിൽ അവിടെ പലരും സംസാരിച്ചു. അത് കേട്ടപ്പോൾ ശ്രീരേഖ വളരെയധികം വിഷമമായി. അതിനുശേഷമാണ് ശ്രീരേഖ അവിടെ പൊട്ടിക്കരഞ്ഞത്. ശ്രീരേഖ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ലാതെ എന്തോ ഞാൻ അവിടെ എൻ്റെ ബാഗിലിട്ടതാണ്, ഞാൻ എപ്പോൾ വെച്ചു എന്നൊന്നും എനിക്ക് യാതൊരു ഓർമ്മയുമില്ല, ഞാനിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ശ്രീരേഖ അവിടെ കരയാൻ തുടങ്ങി. ശ്രീരേഖയുടെ കരച്ചിൽ കണ്ട് അവിടെ ഗബ്രിയും ജാസ്മിനും ഒക്കെ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. കിട്ടിയ അവസരം പാഴാക്കാതെയാണ് മറ്റു ടീം മെമ്പേഴ്സ് പവർ ടീമിനെതിരായിട്ട് സമരം ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തൂ. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.